അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംശയം. നമ്മൾ നിസ്കാരത്തിൽ തഹിയ്യാത്തിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മറന്നുകൊണ്ട് നമ്മൾ ഫാത്തിഹ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഫാത്തിഹ ഓതിയിട്ട് ചിലപ്പോൾ ഒരു കുറച്ചാകുമ്പോഴേക്കാരെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഇത് അത്തഹിയ്യാത്താണ്. പിന്നെ അപ്പം അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഫാത്തിഹ നിർത്തിയിട്ട് അത്തഹിയ്യാത്ത് ഓതുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു മറവി സംഭവിച്ചതിന് വേണ്ടിയിട്ട് നമ്മൾ സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ടോ? അങ്ങനെ സുജൂദ് ഇല്ല എന്നും പറയുന്നത് കേൾക്കുന്നു, ഉണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഏതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം? മനഃപൂർവമോ മറന്നിട്ടോ ഒക്കെ അത്തഹിയ്യാത്തിൻ്റെ സമയത്ത് ഫാത്തിഹ ഓതുക, എന്നിട്ട് പിന്നെ ഫാത്തിഹ അല്ലല്ലോ ഓതേണ്ടത് അത്തഹിയ്യാത്തെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അവിടെ നിസ്കാരത്തിൻ്റെ അവസാനം ഒരു സഹ്വിൻ്റെ സുജൂദ് ഇങ്ങനെ സംഭവിച്ചതിൻ്റെ പേരിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. സഹ്വിൻ്റെ സുജൂദ് അവിടെ സുന്നത്തുണ്ട്. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു, ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ, മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ സഹ്വിൻ്റെ സുജൂദ് ഉണ്ട് എന്നുള്ളത്. പലപ്പോഴും നമുക്കെല്ലാവർക്കും ഒരു സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. മനഃപൂർവ്വമാവൂല, മറന്നിട്ട് ഏറെക്കുറെയൊക്കെ ചിലപ്പോൾ, കൂടുതലും ഈ അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ മറന്നിട്ട് ചിലപ്പോൾ ഫാത്തിഹ സൂറത്ത്, കാരണം പല ശ്രദ്ധയിലൂടെയും നിസ്കാരം ഇങ്ങനെ പോകുമ്പം അപ്പോൾ ഫാത്തിഹ സൂറത്ത് കൊണ്ട് തുടങ്ങും. അപ്പോഴായിരിക്കും പിന്നെ ഓർമ്മ വരിക, ഇവിടെ അത്തഹിയ്യാത്താണല്ലോ എന്നുള്ളത്. പക്ഷെങ്കിൽ ഏറെക്കുറെ ആളുകളും പിന്നെ ഞങ്ങൾ സഹ്വിൻ്റെ സുജൂദ് ചെയ്യാൻ സലാം വീട്ടലാണ്. അല്ല, സഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ്, നിർബന്ധമല്ല. അങ്ങനെ സഹ്വിൻ്റെ സുജൂദ് ചെയ്യാതെ സലാം വീട്ടി വിചാരിച്ചുകൊണ്ട് നിസ്കാരത്തിന് സ്വീകാര്യതയ്ക്ക് പ്രശ്നമൊന്നുമില്ല, സ്വീകരിക്കും. പക്ഷെങ്കിൽ കൂടെ സഹ്വിൻ്റെ സുജൂദ് സുന്നത്തുള്ള ഒരു സ്ഥലം തന്നെയാണത്. അത് വ്യക്തമായിക്കൊണ്ട് തന്നെ ഫുഖഹാ പറയുന്നുണ്ട്. ചിലപ്പോൾ എന്തുകൊണ്ടോ അറിവില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് അത്ര ശ്രദ്ധയില്ലാത്തതിൻ്റെ പേരിലോ ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ സഹ്വിൻ്റെ സുജൂദ് ഒഴിവാക്കൽ. കാരണം അശ്രദ്ധയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്. അതായത് അത്തഹിയ്യാത്തിൻ്റെ സമയത്ത് ഫാത്തിഹ കൊണ്ടുവരാകുമ്പോൾ അതൊരു അശ്രദ്ധയാണല്ലോ. പിന്നെ അതിൻ്റെ പുറമെ സഹ്വിൻ്റെ സുജൂദ് ചെയ്യാതിരിക്കലും ചിലപ്പോൾ അശ്രദ്ധയായിരിക്കും, ചിലപ്പോൾ അറിവുണ്ടാവില്ല. ഏതായാലും അവിടെ അങ്ങനെ സഹ്വിൻ്റെ സുജൂദ് ഉണ്ട്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിലൊക്കെ അത് വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. മിൻഹാജിൻ്റെ, അതായത് അബ്ആദു സുന്നത്ത് വിശദീകരിച്ചു കൊടുത്താണ് പറയുന്നത്. മിൻഹാജിൻ്റെ 108-ാമത്തെ പേജിലുണ്ടോ, വലൂ നഖല റുക്നൻ ഖൗലിയൻ കഫാത്തിഹത്തിൻ ഫീ റുകൂഇൻ ഔ തശഹുദിൻ ഉണ്ടോ, ലം തുബ്തുൽ ബി അംദിഹി ഫിൽ അസഹി വയസ്ജുദു ലിസഹ്വിഹി ഫിൽ ഹസഹി. ഇപ്പോൾ നമ്മൾ ഫാത്തിഹ സൂറത്തിനെ കൊണ്ടുപോയാണ്ട് അത്തഹിയ്യാത്തിലേക്ക് കൊണ്ടുവരിക, മറന്നിട്ട് മനഃപൂർവ്വം ആയാലും നിസ്കാരം ബാത്തിലല്ല എന്ന് പറയുന്ന പ്രവർത്തനമാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞു. ലം തുബ്തുൽ ബി അംദിഹി ഫിൽ അസഹി. അപ്പം അങ്ങനെ മറന്നിട്ടാണ് കൂടുതൽ നമ്മളൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ മറന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ സഹ്വിൻ്റെ സുജൂദ് സുന്നത്തുണ്ട് എന്ന് മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുമ്പം മിൻഹാജ് വിശദീകരിച്ചുകൊണ്ട് ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിലും ഇതേ മസ്അല പറഞ്ഞുകൊണ്ട് പറയുന്നു, എന്തുകൊണ്ടാണ് ഒരു സഹ്വിൻ്റെ സുജൂദ് അവിടെ കയറി വരുന്നത്? ഇങ്ങനെ ഒരു മറവി സംഭവിച്ചതിൻ്റെ പേരിൽ, ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായതിൻ്റെ പേരിൽ എന്തിനു വേണ്ടിയിട്ട് സഹ്വിൻ്റെ സുജൂദ്? ഇല്ലത്ത് തുഹ്ഫയുടെ 2-ാം വാള്യത്തിൻ്റെ 277-ാമത്തെ പേജിലുണ്ടോ, ലി തർക്കിഹി അത്തഹഫുള. നമ്മൾ സൂക്ഷിക്കേണ്ട, നമ്മോട് കൽപ്പിക്കപ്പെട്ടൊരു കാര്യം, അപ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യത്തെ നമ്മൾ അവിടെ ഉപേക്ഷിക്കാണല്ലോ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായതിന് വേണ്ടിയിട്ട് അവിടെ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. അത് മുഴുവനായിട്ടൊന്നും ഓതണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഫാത്തിഹ സൂറത്ത് മുഴുവൻ ഓതിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾക്ക് ഓർമ്മ അല്ല ഇത് അത്തഹിയ്യാത്തിൻ്റെ മക്കാമാണല്ലോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. അത് കുറച്ചാണെങ്കിലും ഈ പറയുന്ന മുഴുവൻ്റെ സ്ഥാനത്തിന് നിൽക്കും എന്നും ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടെ തന്നെ പറയുന്നു. വനഖ്ലു ബഅളിഹി കകുല്ലിഹി ഉണ്ടോ, കുറച്ച് തന്നെ ഓതിയാൽ തന്നെ മുഴുവൻ ഓതിയമാർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ സഹ്വിൻ്റെ സുജൂദ് വേണ്ടി വരും. കുറച്ചല്ലേ ഉള്ളൂ. എത്രത്തോളം ആ കുറച്ചിൻ്റെ അവിടെയൊക്കെ മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് ആശയത്തു ഷർവാനിയിലൊക്കെ പറയുന്നത് ബിസ്മിയെ ഓതിയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന ഒരു ഈ പറയുന്ന പിഴവും അതുപോലെ തന്നെ ഒരു മറവിയാണതൊക്കെ.
അപ്പം അങ്ങനെ ഓതി പോകുന്ന സമയത്ത് മറവി എൻ്റെ ശ്രദ്ധയില്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടേ കാരണം പിന്നെ ഓർമ്മ വരാം. അപ്പം പിന്നെ അത്തഹിയ്യാത്തുണ്ട്, പിന്നെ അത്തഹിയ്യാത്ത് ഓതി പോകും. അങ്ങനെ ബിസ്മി ഓതിയാൽ പോലും അവിടെ സഹുവിൻ്റെ സുജൂദ് തന്നെ ചെയ്യേണ്ടി വരും എന്ന് മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു ആശയത്തു ഷർവാനിയുടെ 2-ാം വാല്യം 482-ാമത്തെ പേജിൽ പറയുന്നുണ്ടോ, യദ്ഖുലു ഫീഹി അത്തസ്മിയത്തു അവ്വല തശഹുദി. അത്തഹിയ്യാത്തിന്റെ ആദ്യത്തിൽ ബിസ്മിയാണ് ഒരാൾ ഓതി, അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, എന്നാലും സഹ്വിൻ്റെ സുജൂദ് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ നൃത്തത്തിൽ ചിലപ്പോഴും സംഭവിക്കുന്നൊരു പഴവുണ്ട്. ഇതുപോലെ ആദ്യം സൂറത്ത് ഓതും, പിന്നെ ഫാത്തിഹ സൂറത്ത് ഓതും. അങ്ങനെയല്ല വേണ്ടത്. ആദ്യം സൂറത്ത് ഓതണം, ഫാത്തിഹ സൂറത്ത് ഓതണം, ഫാത്തിഹ ഓതിയതിൻ്റെ ശേഷം പിന്നെ സൂറത്ത് ഓതണം. അപ്പോൾ നേരെ കൊണ്ടുപോയാണ്ട് തിരിച്ചു കൊണ്ടുപോയിട്ടു. ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞു കൊടുത്ത് അത്തഹിയാത്തിന്റെ സ്ഥാനത്തേക്ക് സൂറത്ത് കൊണ്ടുവന്നാലും അങ്ങനെ തന്നെയാണ്. ഫാത്തിഹ തന്നെ ആകണമെന്നില്ല, സൂറത്തിനാണ് കൊണ്ടുവന്നത് അത്തഹിയാത്തിന്റെ സ്ഥാനത്തേക്ക്. എന്നാലും ഈ പറയുന്ന സഹ്വിന്റെ സുജൂദ് ഉണ്ടാകും. എന്നാൽ ഈ പറയുന്ന നൃത്തത്തിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ആദ്യം സൂറത്ത് ഓതുന്നു, പിന്നെ ഫാത്തിഹ ഓതുന്നു. അങ്ങനെ മറന്നുകൊണ്ട് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് സഹ്വിന്റെ സുജൂദ് ഇല്ല എന്നും ഈ പറയുന്ന സയ്യിദുൽ ബക്കരി റഹിമഹുല്ല അവിടുത്തെ ഇആനത്തു ത്വാലിബീനിലൊക്കെ പറയുന്നുണ്ട്. പലയിടത്തുണ്ട് മസ്അല. ഈ മസ്അലയൊക്കെ മഖ്ദൂം ഫത്തുൽ മീനിലും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഫതുഹുൽ മുഈൻ വിശദീകരിച്ചു കൊടുത്ത് സയ്യിദുൽ ബക്കരി റഹിമഹുല്ല ഇആനത്തു ത്വാലിബീൻ, ആ ഇആനത്തു ത്വാലിബീന്റെ 1-ാം വാല്യം ഇതിന്റെ 346 പേജിൽ നോക്കിയാൽ കാണും. ഉണ്ടോ, ഒരാള് ഫാത്തിഹന്റെ മുമ്പ് സൂറത്താണ്ട് ഓതി, ലം യസ്ജുദ്, എന്നാ അവിടെ സഹ്വിന്റെ സുജൂദൊന്നും അതിന്റെ പേരിലില്ല. കാരണം അതിന് കാരണം പറയുന്നതല്ലേ, അന്നൽ ഖിയാമ മഹല്ലുഹാ ഫിൽ ജുംലത്തി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു സ്ഥാനം ഒന്ന് തന്നെയല്ലേ, സ്ഥാനത്തിനെ തൊട്ട് നീക്കം ചെയ്തു എന്നതാണ് ഇതൊക്കെ കാരണം വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ പറയുന്ന നെക്കല് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നൃത്തത്തിലുള്ളതിനെ ഇരുത്തത്തിലേക്ക് കൊണ്ടുവന്നു, ഇരുത്തത്തിലുള്ളതിനെ നൃത്തത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു കാരണം ഇവിടെ കയറി വരുന്നില്ല. കാരണം ഇത് മൊത്തത്തിൽ ഈ നൃത്തത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഫാത്തിഹയും സൂറത്തും ഒക്കെ വരേണ്ടത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി എന്ന് വിചാരിച്ചുകൊണ്ട് സഹ്വിന്റെ സുജൂദില്ല. ഇനി അതോടൊപ്പം തന്നെ ഖിയാസ്, അതിനോട് തുല്യം ചെയ്യാൻ നമുക്ക് പറ്റും. ഈ പറയുന്ന അന്നഹു ലൗ സല്ലല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല തശഹുദി. അപ്പൊ ആദ്യത്തെ തഹിയ്യാത്ത് ഓതുന്നതിന് മുമ്പ് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് അങ്ങോട്ട് തുടങ്ങി, എന്നാൽ അതിന്റെ പേരും ലം യസ്ജുദ്, സഹ്വിന്റെ സുജൂദ് ഇല്ല. കാരണം അവിടെയും പറഞ്ഞില്ലേ അന്നൽ ഖുഊദ മഅല്ലുഹാ ഫിൽ ജുംലത്തി, മൊത്തത്തിൽ ഇരുത്തത്തിലാണല്ലോ അതൊക്കെ വരേണ്ടത് എന്നുള്ളതും. ഏതായാലും ആകെ തുക പറയുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതലും സ്വാഭാവികമായിട്ടൊക്കെ നമുക്ക് സംഭവിക്കുന്ന ഒരു പിഴവ് തന്നെയാണ്, ഒരു മറവയാണ്, നമ്മൾ ശ്രദ്ധയില്ലായ്മ കൊണ്ടുവരുന്നൊരു കാര്യമാണ്. അത്തഹിയാത്തിന്റെ സമയത്ത് ചിലപ്പം മറന്നിട്ടൊക്കെ ഫാത്തിഹ സൂറത്ത് ഓതി തുടങ്ങും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ എന്താകും, ഓർമ്മ വരും. അപ്പം നമ്മൾ വീണ്ടെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ശരി, അപ്പം അങ്ങനെയാകുമ്പോൾ അവിടെ ഒരു സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട് എന്ന് തന്നെയാണ് ഇമാമിയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ.